ലാസ്റ്റ് ഒരു മാസം നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കരിദിനങ്ങളിലൊന്നായിരിക്കും ലാസ്റ്റ് ഒരു മാസം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 25 ദിവസത്തിൽ 10 കളി നമ്മൾ കളിച്ചു, 9 കളി നമ്മൾ പരാജയപ്പെട്ടു. കേവലം ഒറ്റ ഒരു മത്സരമാണ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞത്. എന്നാ പ്രൗഡ് മൊമെന്റാന്ന് നോക്കിക്കേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഫാൻസിന്, BCCIക്ക് എന്നാ പ്രൗഡ് മൊമെന്റാന്ന് നോക്കിക്കേ. BCCI സെക്രട്ടറി രാത്രി 11 മണിക്ക് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് പറയുവാണ് രോഹിത് ശർമ്മ എങ്ങും പോകുന്നില്ല, രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പിനോട്ടുള്ള ഭാഗമാണെന്ന് രാത്രി 11 മണിക്ക് BCCI സെക്രട്ടറിക്ക് പറയേണ്ടതായിട്ട് വന്നു. വാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം BCCI സെക്രട്ടറി വന്നിട്ട് പറയുവാണ് രോഹിത് ശർമ്മ എങ്ങും പോകുന്നില്ല, രോഹിത് ശർമ്മ ലോർഡ്സിൽ റിട്ടയർ ചെയ്യുന്നില്ല എന്ന് BCCIയുടെ സെക്രട്ടറിക്ക് വന്ന് പറയേണ്ടതായിട്ട് വന്നു. രോഹിത് ശർമ്മ റിട്ടയർ ചെയ്യിക്കാൻ നോക്കുമായിരുന്നു. ഇന്ത്യൻ ടീമിന്റെ സെലക്ടറും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചും കൂടെ ചേർന്ന് ഫോഴ്സ് ചെയ്യുമായിരുന്നു. രോഹിത് ശർമ്മ തന്നെയാണ് ആ വാർത്ത ലീക്ക് ചെയ്ത് കൊടുത്തത്. രോഹിത് ശർമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ടൈംസ് ഓഫ് നൗവിന്റെ റിപ്പോർട്ടർക്ക്. ആ വാർത്ത വെറുതെ പുറത്തു വന്ന വാർത്തയൊന്നും അല്ല. ആ പുള്ളി വിട്ടിട്ടുള്ള വാർത്തകൾ 90% കറക്റ്റ് ആയിട്ടുള്ള വാർത്തകളാണ് വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മിക്കുള്ളവരും ആ വാർത്ത ഏറ്റെടുത്തത്. രോഹിത് ശർമ്മയുടെ പുറത്ത് പ്രഷറായിരുന്നു രോഹിത് ശർമ്മയെ പുറത്താക്കാൻ വേണ്ടിയുള്ളത്. നിന്റെ അവസാനത്തെ സീരീസ് ആണ്, വേണമെങ്കിൽ പെർഫോമൻസ് ചെയ്തോണോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പൊയ്ക്കോണോ എന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു. രോഹിത് ശർമ്മയുടെ കാലും കൈയും കെട്ടിയിടുന്നു, പെർഫോമൻസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. ഇന്ന് നോക്കിക്കേ, ലോകത്തിന് മനസ്സിലായി, ഇന്ത്യൻ ഫാൻസിന് മനസ്സിലായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഇല്ല എങ്കിൽ 2027 വേൾഡ് കപ്പ് ഇല്ല എന്ന് നമ്മുടെ എക്സ് ക്രിക്കറ്റർമാര് പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി. കേവലം 27 റൺസിനാണ് നമ്മൾ ഇന്നത്തെ മത്സരം പരാജയപ്പെടുന്നത്. കേവലം 27 റൺസിന് രോഹിത് ശർമ്മയുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വിരാട് കോഹ്ലിയുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ശുഭ്മൻ ഗില്ലിന്റെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ത്യയുടെ ടോപ്പ് 3 ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നു. കേവലം 27 റൺസിൽ നമ്മൾ ഈ മത്സരം പരാജയപ്പെടുവാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചത്? 9 കളി നമ്മൾ പരാജയപ്പെടുന്നു. എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഗൗതം ഗംഭീറിനോട് ചോദിക്കാനുള്ള ഒറ്റ ഒരു ചോദ്യമേ ഉള്ളൂ. ചാമ്പ്യൻസ് ട്രോഫി ജയിപ്പിച്ചത് നിങ്ങളാണെങ്കിൽ, T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്തത് നിങ്ങളാണെങ്കിൽ, ഏഷ്യ കപ്പ് നേടിയത് നിങ്ങളാണെങ്കിൽ, ഈ 9 മത്സരത്തിന്റെ ഉത്തരവാദി ആരാണ്? ആരുടെ മണ്ടയിലാണ് ഈ തോൽവി കെട്ടിവെക്കാൻ പോകുന്നത്? സഞ്ജു സാംസൺ അവിടെ ഇല്ല. സഞ്ജു സാംസനെ മണ്ടയിൽ കെട്ടിവെക്കാൻ വേണ്ടി രോഹിത് ശർമ്മ പെർഫോമൻസ് ചെയ്തു. രോഹിത് ശർമ്മയുടെ മണ്ടയിൽ കെട്ടിവെക്കാൻ പറ്റത്തില്ല. വിരാട് കോഹ്ലി പെർഫോമൻസ് ചെയ്തു. വിരാട് കോഹ്ലിയുടെ മണ്ടയിലോട്ട് കെട്ടിവെക്കാൻ പറ്റത്തില്ല. എവിടെ കെട്ടിവെക്കും? ഒറ്റ ഒരിടത്ത് ഈ തോൽവി കെട്ടിവെക്കാൻ പറ്റത്തുള്ളൂ. എവിടാണെന്നറിയാമോ? ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനകത്തും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചിന്റെ മണ്ടയിലുമാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെക്കാൻ കഴിയുന്നത്. അയർലൻഡിന്റെ കോച്ച് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യിപ്പിച്ചിട്ട് റിസൈൻ ചെയ്യുന്നു. അവർ പറയുന്നത് വേൾഡ് കപ്പിനകത്തൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ കഴിയും, കാരണം ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചു വന്നു. അയാൾ വലിയ സന്തോഷത്തില്, ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യിപ്പിച്ചതിന്റെ സന്തോഷത്തില് രാജിവെച്ച് പുറത്തേക്ക് പോവാണ്. ഇവിടെ ഗൗതം ഗംഭീർ പറയാണ്, പൊട്ടൻ, ഞാൻ 4 ടീമിനെതിരെ വൈറ്റ് വാഷ് ആയിട്ടുണ്ട്, ഞാൻ രാജിവെച്ചിട്ടില്ലല്ലോ. അവൻ രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ന്യൂസിലാൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യിപ്പിച്ചു, അയർലൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യിപ്പിച്ചു, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വൈറ്റ് വാഷ് ചെയ്യിപ്പിച്ചു. എവിടെയാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്? എവിടെയാണ് ഈ ഗൗതം ഗംഭീറിന്റെയും അജിത് അഗാക്കറിന്റെയും കീഴിൽ ഇന്ത്യൻ ടീം ജയിച്ചിട്ടുള്ളത്? ചില ഒറ്റയാൾ പെർഫോമൻസിലല്ല ഇന്ത്യ ജയിച്ചു വന്നത്. ഏഷ്യ കപ്പിൽ നോക്കുവാണെങ്കിൽ ഒരു തിലക് വർമ്മ, T20 വേൾഡ് കപ്പിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു സഞ്ജു സാംസൺ, ചാമ്പ്യൻസ് ട്രോഫിക്കകത്ത് നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മയുടെ ബ്രില്യൻസ്, ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ സിറാജിന്റെ മാജിക്കൽ ബോളിങ്. അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകത്തില്ലായിരുന്നു. ഇന്ന് ആ സിറാജ് എവിടെ? ഇന്ന് എവിടെ? ഇന്ന് ഇന്ത്യയുടെ ബോളർമാർ കൊണ്ട് കൊടുക്കുന്ന എക്സ്ട്രാ 26 റൺസാണ് എക്സ്ട്രാ കൊണ്ട് കൊടുത്തത്. നമ്മൾ തോറ്റ എത്ര റൺസിനാ? 27 റൺസിന്. ഇവിടെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളിങ്ങും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളിങ്ങിനെ ക്യാരി ചെയ്യുമ്പോഴുള്ള കുഴപ്പം. സിറാജ് തന്റെ എല്ലാം കൊടുത്തു, ബെസ്റ്റ് കൊടുത്തു. ഇംഗ്ലണ്ടിൽ പോയി ടെസ്റ്റ് സീരീസ് ഡ്രോ ആക്കി. ജയിക്കേണ്ട സീരീസ് ആയിരുന്നു നമ്മൾ, പക്ഷെ അവിടെയും പിടിപ്പുകേടായിരുന്നു. അവിടെ നമുക്ക് ഓൾറൗണ്ടർമാരുടെ സിദ്ധാന്തമായിരുന്നു. ഓൾറൗണ്ടർമാരെ കുത്തി കയറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബോളർമാരില്ലായിരുന്നു, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരില്ലായിരുന്നു. ഇന്ന് ബുംറ ഇഞ്ചുറി ആയപ്പോഴത്തേന് 2 ഓടിയെ കളിച്ചപ്പോഴത്തേനും ബുംറ ഇഞ്ചുറി ആവുന്നു, പുറത്തേക്ക് പോകുന്നു, എക്സ്പോസ് ആവുന്നു. ഇംഗ്ലണ്ട് 2023 ശേഷം ആദ്യമായിട്ടാണ് ഒരു 100 റൺസ് പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നത്. 2023 വേൾഡ് കപ്പിലാണ് അവസാനമായിട്ട് ജോണി ബെസ്റ്റോയും ഡേവിഡ് മലാനും കൂടെ ചേർന്ന് 100 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തിയത്. എന്നിട്ട് ഇന്നാ കണ്ടെത്തിയത് ഈ ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ. ഒരു ബുംറ അങ്ങോട്ട് മാറിയപ്പോഴത്തേന് ദാണ്ട കിടക്കുന്നു, ഇന്ത്യയുടെ ബോളിംഗ് എക്സ്പോസ് ആവുന്നു. ഇൻഎക്സ്പീരിയൻസ് ലൈനുമായിട്ടാണോ ഇന്ത്യ പോകേണ്ടത്? ഒരു ഭുവനേശ്വർ കുമാറിനെ ഇഷ്ടമല്ല, അവന്റെ ജാതി കുറവാണ്. മുഹമ്മദ് സിറാജിനെ ഇഷ്ടമല്ല, അവന്റെ കാസ്റ്റ് വേറെയാണ്. മുഹമ്മദ് ഷാമിയെ ഇഷ്ടമല്ല, അവന്റെ കാസ്റ്റ് വേറെയാണ്. റസിഖ് സലാമിനെ ഇഷ്ടമല്ല, അവൻ വരുന്നത് വേറെ ഒരു പ്രദേശത്തു നിന്നാണ്. ഇവർ അടുപ്പക്കാരെയും ബന്ധുക്കാരെയും തള്ളിക്കയറ്റി നോക്കുവാണെങ്കിൽ, ഇന്ന് ഇന്ത്യൻ ടീമിനെ നോക്കുവാണെങ്കിൽ പരാജയപ്പെടുത്തിയില്ലേ? ബുംറ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു ബോളറാണ്. ബുംറയ്ക്ക് സപ്പോർട്ടീവായിട്ട് ഒരു ഭുവനേശ്വർ കുമാറിന്റെ കൂടെ
ബാക്കിയുള്ള ബോളർമാരെ ഇട്ടിരുന്നെങ്കിലോ? ഒരു മുഹമ്മദ് ഷാമിയുടെ കൂടെ ബാക്കിയുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളർമാരെ ഇട്ടിരുന്നെങ്കിലോ? ഇന്ന് ഇന്ത്യയുടെ ബോളർമാർ എന്താ കാണിച്ചത്? ഇന്ന് ഇന്ത്യയുടെ ബോളർമാർ എന്താണ് കാണിച്ചത്? ഒരു ഫ്ലാറ്റ് പിച്ചാണ്, സമ്മതിക്കുന്നു. പക്ഷെ അവസാനത്തെ 5 ഓവറിനകത്ത് 82 റൺസ് വഴങ്ങുന്നോ നമ്മുടെ ടീം? നമ്മുടെ ബോളർമാർക്ക് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ ബോൾ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. സാം കരൻ വന്ന് ചെയ്തതുപോലെ സ്ലോ ബോൾ എറിയാൻ, സ്ലോ കട്ടർ എറിയാൻ നമ്മുടെ ബോളർമാർക്ക് അറിയാതെ പോയോ? ലൈൻ ആൻഡ് ലെങ്ത് നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് ഇന്ത്യയുടെ ബോളർമാർക്ക് ഇല്ലായിരുന്നു. എത്ര വൈഡായിരുന്നു ഇന്ത്യയുടെ ബോളർമാർ എറിഞ്ഞത്? 16 വൈഡാണ് എറിഞ്ഞത്, 16 വൈഡ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചിൽ നോക്കുവാണെങ്കിൽ ഇൻസിങ്ങിന് പോയി, ലാറ്റർ മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഹാർഡ് ലെങ്ത് ഡെലിവറി എറിയേണ്ട ഒരു പിച്ചിൽ അൻകിൻസൺ വന്നിട്ട് ഹാർഡ് ലെങ്ത് ഡെലിവറിയിൽ ബ്രില്യൻ്റ് ആയിട്ട് ഇന്ത്യയുടെ ബാറ്റ്സ്മാരെ സ്ട്രഗിൾ ചെയ്യിക്കുന്നു. ഇന്ത്യയുടെ ബോളർമാർ നോക്കുവാണെങ്കിൽ ഫുൾ ലെങ്ത് ഡെലിവറിക്ക് വേണ്ടി പോയി. ഡെത്ത് ഓവറിനകത്ത് പോലും ഫുൾ ലെങ്ത് ഡെലിവറി എറിയാൻ പോകുന്നു. ഫുൾ പിച്ച് ഡെലിവറി നോക്കുവാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നു ജോസ് ബട്ട്ലറിന്. അടി കൊണ്ട് നിരന്നുള്ളതാണ് ഇന്ത്യയുടെ ബോളർമാർ. ഇതാണ് ഇന്ത്യയുടെ വിഷൻ, ഇതാണ് ഇന്ത്യൻ ടീമിന്റെ പ്ലാൻ, ഇതാണ് നമ്മുടെ ഹെഡ് കോച്ചിന്റെ പ്ലാൻ. ഡ്രൈ ആയിട്ടുള്ള ഒരു പിച്ചിൽ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു സ്പിന്നറിനെ എന്തുകൊണ്ട് ഇവർക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല? എന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു സർഫസ്, മഴ പെയ്ത് കിടക്കുന്ന സർഫസിനകത്ത് നമ്മൾ 3 സ്പിന്നറെ കളിപ്പിച്ചു T20കകത്ത്. ഡ്രൈ ആയിട്ടുള്ള ഒരു സർഫസിനകത്ത് നോക്കുവാണെങ്കിൽ ബാറ്റ്സ്മാര് ശുഭ്മൻ ഗില്ലും അല്ലെങ്കിൽ അതുപോലെ രോഹിത് ശർമ്മയൊക്കെ നോക്കുമെങ്കിൽ സ്ട്രഗിൾ ചെയ്യുവാണ്. അതുപോലത്തെ ചൂടാണ്. ആദിൽ റഷീദും ജേക്കബ് ബദേലും വിൽ ജാക്കും വന്നിട്ട് ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യുന്നു അവരുടെ സ്പിന്നർമാര്. ജേക്കബ് ബദേലിനെ കൂടെ ഒരു പാർട്ട് ടൈം ബോളർ വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. നമ്മുടെ ഒരു സ്പിന്നർ ഉണ്ടായിരുന്നു, എവിടെ വിക്കറ്റ് എടുത്തു? അക്സർ പട്ടേൽ എവിടെ വിക്കറ്റ് എടുത്തു? നമ്മുടെ ഒരു ഫ്രണ്ട് ലൈൻ ബോളർ ആണോ അക്സർ പട്ടേൽ? എല്ലാ ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു റിസ്ക് സ്പിന്നർ ഉണ്ട്. നമ്മുടെ ടീമിൽ ഒരു ഫിംഗർ സ്പിന്നറാണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കയുടെ പേസും മൗൺസും കിട്ടുന്ന പിച്ചിനകത്ത് ഒരു ഫിംഗർ സ്പിന്നറിനാണോ റോൾ കൂടുതൽ, അതോ ഒരു റിസ്ക് സ്പിന്നർക്കാണോ റോൾ കൂടുതൽ? ഇവിടെയാണ് ഇവരുടെ തോട്ട് പ്രോസസ് എന്താണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. ഇന്ന് 4 പേസ് ബോളർമാരുമായിട്ട് പോവുക ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സർഫസിനകത്ത്. ഗുർനൂർ ബാർ നോക്കുവാണെങ്കിൽ ഇന്ന് 97 റൺസാണ് വഴങ്ങുന്നത്. ഒരു 3 റൺസ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു സെഞ്ചുറി എടുക്കാമായിരുന്നു ഗുർനൂർ ബാറിന്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഗുർനൂർ ബാറിനും അടുത്ത ഒരു സെഞ്ചുറി കിട്ടിപ്പോയതിന്, 2ാമത്തെ സെഞ്ചുറി. ഭുവനേഷ് കുമാറിനെ എടുക്കത്തില്ല, റസിക് സലാമിനെ എടുക്കത്തില്ല, മുഹമ്മദ് ഷാമി എടുക്കത്തില്ല. ഇതുപോലെയുള്ള ബോളർമാരെ എടുക്കുന്നത്. സുന്ദറിനെ വേണം ഇവർക്ക്, സുന്ദറിനെ പിടിച്ചടുത്തിരുത്താൻ സുന്ദർ. അക്ഷത് റാണയെ പിടിച്ചടുത്തിരുത്തും. എന്ത് ഇവരൊക്കെ? ഒരു സീരീസ് ഫുള്ള് കളിക്കാൻ കഴിയാത്ത ഒരു ബോളറാണ് അക്ഷത് റാണ. എത്രമാത്രം ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു ബോളറാണ് അക്ഷത് റാണ. ആസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് സീരീസ് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ബോളറാണ്. ഇഞ്ചുറിയാണ്. ഒരു സീരീസ് കംപ്ലീറ്റ് കളിക്കാൻ കഴിയത്തില്ല അക്ഷത് റാണയ്ക്ക്. സുന്ദറിനെ നോക്കുവാണെങ്കിൽ ഒരു മാച്ച് വിന്നിംഗ് നോക്ക് കളിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു പ്ലെയറെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ക്യാരി ചെയ്യുവാണ്. ഔട്ട് ഓഫ് ഫോമിൽ കിടക്കുന്ന ഒരു ഇഷാൻ കിഷനോട് പറയുവാണ് നമ്പർ 4ൽ പോയിട്ട് ബാറ്റ് ചെയ്യും, അതുകൊണ്ട് ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ. ശുഭ്മൻ ഗിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് കണ്ടെത്തിയ ഒരു ബാറ്റ്സ്മാൻ ആണ് 2026. ഏറ്റവും കൂടുതൽ റൺസ് കണ്ടെത്തിയ ഒരു പ്ലെയർ ആണ്. ബെറ്ററായിട്ട് ബാറ്റ് ചെയ്യുന്നു, ഒരു സംശയമില്ല. ഇന്ന് ബ്രില്യൻ്റ് ആയിട്ട് ഇന്നും വന്ന് ബാറ്റ് ചെയ്തു. ശുഭ്മൻ ഗില്ലിന്റെ ടാലന്റ് ആണെന്ന് നമുക്ക് ഒരു സംശയമില്ല. എന്നാൽ ഒരു വാഴപ്പിണ്ടി എടുത്ത് നട്ടലിന്റെ സ്ഥാനത്ത് കെട്ടിവെച്ചിട്ട് സെലക്ടർമാരോട് നിന്ന് പറയണം ഞാൻ ടീമിനെ ഇടും, ഞാൻ ചോദിക്കുന്ന പ്ലെയറെ എനിക്ക് തരണമെന്ന് പറയാനുള്ള കഴിവില്ലെങ്കിൽ ഇതുപോലെ നാണം കെട്ട് തോക്കും. ശുഭ്മൻ ഗിൽ ജയിച്ചിട്ടുള്ളത് ഏത് ടീമിനെതിരെയാണെന്ന് അറിയാമോ? കേവലം അഫ്ഗാനിസ്ഥാനെതിരെ മാത്രമാണ് ശുഭ്മൻ ഗിൽ ഒരു സീരീസ് ജയിച്ചിട്ടുള്ളത്. ന്യൂസിലാൻഡിനെതിരെ തോറ്റു, ഓസ്ട്രേലിയക്കെതിരെ തോറ്റു, ഇപ്പൊ നോക്കുവാണെങ്കിൽ ആണ് ഇംഗ്ലണ്ടിനെതിരെ തോറ്റു. നീ ബെറ്റർ ആയിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ ആവറേജ് നോക്കുവാണെങ്കിൽ 100 പക്ഷെ എന്താണ് പെർഫോമൻസ്? ടീമിന്റെ പെർഫോമൻസ് എന്താണ്? ടീമിന്റെ റിസൾട്ട് എന്താണ്? നീല ഗൗതം ഗംഭീറിന്റെ പാവയായിട്ട് കൂടെ നിൽക്കുമ്പോഴത്തേന് നിന്റെ അവസ്ഥ ഇതാണ്. നിന്റെ പെർഫോമൻസിന് ഒന്നും വാല്യൂ ഇല്ലാതായി പോവാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിലുള്ള നിന്റെ റെക്കോർഡ് നോക്കുവാണെങ്കിൽ ഇതാണ് നിന്റെ റെക്കോർഡ്. കേവലം അഫ്ഗാനിസ്ഥാനെതിരെ മാത്രം സീരീസ് ജയിച്ച ഒരു പ്ലെയർ ആണ് ശുഭ്മൻ ഗിൽ. എന്തുകൊണ്ടാണ്? പിടിപ്പുകേട് കൊണ്ട്. ഇത്രയൊക്കെ ആയില്ലയോടോ? 2 വർഷത്തോളം ആവുന്നില്ലേ ഒരു ക്യാപ്റ്റനായിട്ട്? സ്വന്തമായിട്ട് എനിക്ക് വേണ്ട പ്ലേയേഴ്സ് ഇതാണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ ക്യാപ്റ്റൻ സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ഒരു പ്ലെയർ ആയിട്ട് പോയി കളിയുന്ന ഈ നാണക്കേട് എന്തിനാ വരുത്തി വെക്കുന്നത്? ജോ റൂട്ടിന്റെ വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. 3 കളി ജോ റൂട്ട് വന്ന് കളിച്ചു, ജോ റൂട്ടിന്റെ വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമുക്കറിയില്ല ജോ റൂട്ടിനെ എങ്ങനെ ഔട്ട് ആക്കണം എന്നുള്ളത്. 3 കളിയിൽ ജോ റൂട്ടിനെ നോക്കുവാണെങ്കിൽ നോട്ട് ഔട്ട്. ഇന്ന് വന്നിട്ട് ജോ റൂട്ട് ഫിനിഷ് ചെയ്തുണ്ടായിരുന്നു. ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ ജോ റൂട്ട് ഇംഗ്ലണ്ടിന്റെ ഓഡിയ ടീമിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു പ്ലെയർ ആണ്. അവരുടെ ടീം നോക്കുവാണെങ്കിൽ എക്സ്പോസ് ആയി ഓഡിയക്കകത്ത്. അപ്പോഴത്തേനും അവർ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ കളിയിൽ ഇന്ത്യ ജയിച്ചുകൊണ്ടൊരു കളിയായിരുന്നു കഴിഞ്ഞ കളിയിൽ. പക്ഷേ ജോ റൂട്ടിന്റെ ആ ഒരു ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ കളി അവരെ ജയിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ കളി എന്ത് ചെയ്ത്? നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ കളി ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു എക്സ്പെരിമെന്റ് ചെയ്യാതെ മാന്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ കളി നമുക്ക് ജയിക്കാമായിരുന്നു. ഈ കളി തോറ്റാലും സാരമില്ലായിരുന്നു, നമുക്ക് സീരീസ് ജയിക്കാൻ കഴിഞ്ഞാണ്. ഇത് നോക്കുവാണെങ്കിൽ സീരീസും കിട്ടിയില്ല, നാണം കെട്ട് നാരായണക്കല്ലെടുത്ത് തോറ്റു. ഇന്ത്യൻ ടീമിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഹെഡ് കോച്ചിനെ ഇന്ത്യൻ ടീമിന്? രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശുഭ്മൻ ഗില്ലിനും ശ്രേയസ് അയ്യറിനും KL രാഹുലിനും ഒരു ഹെഡ് കോച്ചിന്റെ ആവശ്യമുണ്ടോ? അവർക്കൊരു മെന്ററിന്റെ ആവശ്യമല്ലേ ഉള്ളത്?
അജയ് ജഡേജയെ കൂട്ടുള്ള ഒരു മെന്റർ വന്നിരുന്നാൽ പോലും നമ്മുടെ പ്ലേയേഴ്സ് ബെറ്റർ ആവുന്നതിലും നമ്മുടെ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് കളയുന്ന ഒരു ടീം. കഴിഞ്ഞ കളി KL രാഹുൽ പുറത്ത്, ഈ കളി നോക്കുവാണെങ്കിൽ KL രാഹുൽ അകത്ത്. ശ്രേയസ് അയ്യരുടെ പൊസിഷൻ വിട്ടാ ശ്രേയസ് അയ്യർ കളിക്കുന്നത്. ഈ ടീമിന്റെ ഫിനിഷർ ആരാണ്? നമ്മുടെ ടീമിന്റെ ഫിനിഷർ ആരാണ്? ഇന്ന് ഫിനിഷ് ചെയ്യേണ്ട റോൾ ആർക്കായിരുന്നു എന്നാണ് അക്ഷർ പട്ടേലിന്റെ റോള്. ശിവൻ ദുബെ നമ്പർ 8 കളിപ്പിക്കും നമ്മൾ, എന്നിട്ട് അയാൾ എടുത്ത് പുറത്തേക്ക് കളയും. അയാൾ വെളിയിരുന്ന് ദുഃഖിക്കുമായിരിക്കും, എന്താണ് എന്റെ റോള്. നമ്പർ 5 സ്പിന്നർമാർക്കെതിരെ കളിപ്പിക്കേണ്ട ഒരു പ്ലെയർ ആണ് ശിവൻ ദുബെ. ആ ഒരു പ്ലെയറിനെ യോഫാർച്ചറിനെ കൂട്ടും അൻകിൻസനെ കൂട്ടുമുള്ള ബോളർമാർക്കെതിരെ നമ്മൾ ഡെത്ത് ഓവറിനകത്ത് കളിപ്പിക്കുകയാണ്. ആൾറെഡി പേസ് ബോളർമാർക്കെതിരെ വീക്ക്നെസ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. ഗൗതം ഗംഭീറിന്റെ വായിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. എക്സ്പെരിമെന്റ് ആണ് ഇത്. ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോവാണ് ടീം. എന്ത് ട്രാൻസിഷൻ ആണ് ഈ ടീമിനകത്തുള്ളത്? ആര് പറഞ്ഞു ഇങ്ങനെ ഇട്ട് പരീക്ഷണം നടത്താൻ? ഇന്ത്യയിൽ ബോളർമാർ ഇല്ലാഞ്ഞിട്ടാണോ? അത് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ബോർഡാണോ ഇത്? പ്ലേയേഴ്സ് ഇല്ലാത്ത ബോർഡാണോ? ഭുവനേഷ് കുമാർ അവിടെ നിരന്ന് നിൽക്കുന്നു, ഷാമി നിരന്ന് നിൽക്കുന്നു, സിറാജ് അവിടെ നിരന്ന് നിൽക്കുന്നു. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ബോളറെ നമുക്ക് ഈ ടീമിനകത്ത് ഇടാൻ കഴിഞ്ഞില്ലായിരുന്നു എന്ന്. 350 330 റൺസ് പോകേണ്ട ഒരു സ്കോർ, ഇന്ത്യക്ക് ഈസി ആയിട്ട് ചേസ് ചെയ്യേണ്ട ഒരു പിച്ച്, ഒരു മണ്ടൻ കോച്ചിന്റെ മണ്ടൻ സെലക്ഷൻ കൊണ്ട് നമ്മൾ തോറ്റു. നാണക്കേടാണ്. ഒരു മാസമായിട്ട് നാണക്കേടാണ്. BCC വടിയെടുത്തില്ലെങ്കിൽ ഈ ടീമിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഒരുപാടായി. 1 2 അല്ല, ഇത് ഒരുപാടായിക്കൊണ്ടിരിക്കുകയാണ്. ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ തോൽക്കുന്നത്. നല്ല ബാറ്റ്സ്മാൻമാരും നല്ല ബോളർമാരും ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ തോൽക്കുന്നത്. നമ്മുടെ പിടിപ്പ് കേടുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. നമ്മുടെ പിടിപ്പ് കേട്ട ടീം സെലക്ഷൻ കൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. ഇന്ന് ഹാരി ബ്രോക്കിന്റെ ക്യാപ്റ്റൻസി ഞാൻ പരിശോധിക്കുമായിരുന്നു. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ഹാരി ബ്രോക്ക് കാഴ്ചവെക്കുന്നു. ബോളിംഗ് റൊട്ടേഷൻ നോക്കിക്കേ. ആദിൽ റഷീദിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നോക്കി നിന്നപ്പോഴത്തേന് അൻകിൻസിനെ കൊണ്ടുവന്ന് അവിടെ ടൈറ്റ് ചെയ്യിക്കുന്നു. ഇഷാൻ കിഷൻ വന്നപ്പോഴത്തേന് ഇഷാൻ കിഷനെതിരെ സ്പിന്നർമാരെ കൊണ്ടുവരുന്നു. ഇഷാൻ കിഷനെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ ചെയ്യിപ്പിച്ചിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നു. സാം കറനെ കൊണ്ടുവന്നിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഓവർ ചെയ്യിപ്പിച്ചിട്ട് വിക്കറ്റ് അടിക്കുന്നു. സാം കറൻ നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിരുന്നു ഉടനീളം ഈ സീരീസിനകത്ത്. T20 ബ്രില്യൻ്റ്, അതുപോലെ തന്നെ ODI ബ്രില്യൻ്റ് ആയിട്ട്. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയില്ലേ അവിടെ? ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയില്ലേ? ഒരു ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബോളിംഗ് റൊട്ടേഷനെ ചെയ്യിക്കുന്നു, ഫീൽഡ് പ്ലേസ്മെന്റ് മനോഹരമാക്കുന്നു, അറ്റാക്കിംഗ് ഫീൽഡ് ഇടുന്നു. ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ ഒരു ഫിനിഷറെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ നോക്കുകയാണെങ്കിൽ ഒതുക്കാൻ ശ്രമിക്കുവാണ്. ഏഷ്യൻ ഗെയിംസിനകത്ത് പോലും ഹാർദിക് പാണ്ഡ്യ നമ്മൾ ടീമിനകത്ത് ഇട്ടിട്ടില്ല. ആ ഹാർദിക് പാണ്ഡ്യ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എത്രമാത്രം മിസ് ചെയ്യുന്ന നോക്കിക്കും. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ജോസ് ബട്ട്ലറിനെ കൂടെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ ഇല്ലാതെ പോയി. കുൽദീപ് യാദവിന്റെ കോൺഫിഡൻസിനെ മൊത്തം എടുത്ത് കളയുന്ന ഒരു ടീം. അദ്ദേഹം വെളിയിരിക്കുവാണ്. വെളിയിരുന്നുകൊണ്ട് ഇന്ന് അശ്വിന്റെ ഒരു T2 ഞാൻ കണ്ടു. ഇങ്ങനെ അയാളെ കോൺഫിഡൻസ് എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഭാവി തന്നെ ഇല്ലാതായിപ്പോൾ, അയാളെ കരിയർ തന്നെ ഇല്ലാതാക്കി കളയും. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിഡിൽ ഓർഡറിനകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു സ്പിന്നർ നമ്മുടെ കയ്യിലില്ല. അക്ഷർ പട്ടേൽ നോക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ അല്ല. നമുക്ക് ജസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാം, അത്രേ ഉള്ളൂ അക്ഷർ പട്ടേലിനെ. ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡിൽ ഓവറിനകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ടീം തീർന്നു. കാരണം നമ്മൾ ഈ ഉടനീളം സീരീസിനകത്ത് കണ്ടിട്ടുണ്ട്, മിഡിൽ ഓർഡറിനകത്ത് വിക്കറ്റ് എടുക്കാൻ പറ്റിയ ബോളർമാർ നമ്മുടെ കയ്യിലില്ല, പേസ് ബോളർമാർ നമ്മുടെ കയ്യിലില്ല, സ്പിൻ ബോളർമാർ നമ്മുടെ കയ്യിലില്ല. ബുംറ കഴിഞ്ഞാൽ ഡെത്ത് ഓവറിനകത്ത് എറിയിക്കാൻ പറ്റുന്ന ബോളർമാർ നമ്മുടെ കയ്യിലില്ല. ഇത് വെറും തോൽവിയല്ല, ഇത് ഏറ്റവും വലിയൊരു നാണക്കേടാണ്. ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്ന ഒരു സീരീസാണ്. ഈ 3 സീരീസ് പരിശോധിക്കുകയാണെങ്കിൽ അയർലൻഡ്, ഇംഗ്ലണ്ടിനെതിരെയുള്ള T20, ODI, ഈ 3 സീരീസിനകത്ത് നമ്മളെ ഒരുപാട് എക്സ്പോസ് ആയ കാര്യങ്ങളിൽ നിന്ന് എത്രമാത്രം പഠിച്ചു, എത്രമാത്രം നമ്മൾ തിരുത്തുമെന്നുള്ള കാര്യം കണ്ടറിയണം. ഈ ടീം ഒരിക്കലും തിരുത്തുന്ന ഒരു ടീമല്ല. T20 വേൾഡ് കപ്പിനകത്ത് ഈ ടീം പിടിവാശിയുമായിട്ട് പോയി. തോക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും സഞ്ജുവിനെ വിളിച്ചകത്തിട്ടു. സഞ്ജു വന്ന് ജയിപ്പിച്ചു. അവിടെ മുതലേ നമ്മൾ നോക്കുകയാണെങ്കിൽ സുന്ദറിനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർഷിത് റാണ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു ബോർഡറെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീമിന്റെ ത്രോട്ട് പ്രോസസ്സ് ശരിയല്ല. ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു ഡയറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. അവർ നോക്കുകയാണെങ്കിൽ 50 ഓവറിനകത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവരെ നോക്കുകയാണെങ്കിൽ ഭയപ്പെടുന്ന ഒരു ടീമായിട്ട് അവർ മാറി. ജേക്കബ് ബദേൽ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കുന്നു. ഡക്കറ്റ് നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കുന്നു. ഹാരി ബ്രോക്കിന്റെ ക്യാപ്റ്റൻസി, ബാറ്റിംഗ്, ജോ റൂട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ മിഡിൽ ഓർഡറിനകത്ത്, ജോസ് ബട്ട്ലറിനെ കൂട്ടി ഒരു ഫിനിഷർ, സാം കറനെ കൂട്ടിയിട്ടുള്ള ഓൾറൗണ്ടർ, വിൽ ജാക്കിനെ കൂട്ടിയുള്ള ഒരു ഓൾറൗണ്ടർ, ജോ ഫാർച്ചറിനെ കൂട്ടി ഒരു പേസ് ബോളർ. 2027 50 ഓവർ വേൾഡ് കപ്പിനകത്ത് ചലഞ്ച് ചെയ്യിക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് ഇംഗ്ലണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സൈഡായിരുന്ന ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഈ ഗൗതം ഗംഭീറും സെലക്ടർമാരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്.